ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കാണും മിസ്റ്റർ മീറ്റ് പാർട്ട് 1 വിചാരിക്കുന്നു. അതിന് നമ്മൾ ചാനൽ പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ഇതുവരെ നിർത്തിയത് കളിച്ചിട്ട്. ഇപ്പോൾ ഇതേ അവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ നോക്കിയേ, നമ്മളിതാ കുളിക്കാൻ പോവുകയാണ്. നമ്മളിതാ 1.2 താത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഒരു നല്ല അത്യാവശ്യം താത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് സാധനങ്ങളൊക്കെ അലത്തി വെച്ച് ഇപ്പോൾ നമ്മൾ കുറേ അപ്ഗ്രേഡുകൾ വരുത്തും ഗൈസ്. അപ്പം അതിന് വേണ്ടി കുറേ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ടൂളൊക്കെ മാറ്റും. അപ്പം നമുക്ക് വേഗം തന്നെ പരിപാടിയിലേക്ക് കിടക്കാം. ഇപ്പോൾ സ്ലീപ്പ് ചെയ്യണം, അങ്ങനെ രാത്രിയാവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഗാർഡിനെ ഒന്ന് വിളിച്ചിട്ട് സെല്ല് ചെയ്യാം. യെസ് ഗൈസ്, ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഗാർഡ് വരും ഗൈസ്, ഇപ്പം ഗാർഡ് വരും. വന്നു ഗൈസ്, ഗാർഡ് വന്നു. അപ്പോൾ ഗാർഡിനെയാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോണേ. ഓക്കേടാ, ഓക്കെ 32 സെല്ല് ചെയ്തിട്ടുണ്ട്. അതാ സാധനം കിട്ടി ഗൈസ്. സാധനം അപ്പോൾ 60 ആയിട്ടുണ്ട്. നമ്മുടെ ഇൻവെൻട്രി കണ്ടിട്ടുണ്ടാവും എല്ലാവരും. 60 ടോയ്ലറ്റ് പേപ്പറായി. അപ്പോൾ വേഗം നമുക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ വാങ്ങുന്നില്ല ഗൈസ്, നാളെ രാവിലെ ഇനി എല്ലാം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലീപ്പ് ചെയ്യുക ഗൈസ്. ഓക്കെ, സ്ലീപ്പ് ടുമാറോ. നമ്മൾ രാവിലെ എണീച്ചു ഗൈസ്. ഇത് ഫുഡൊക്കെ തന്നിട്ടുണ്ട്, ഫുഡ് എടുത്ത് കഴിക്കുക. അതാ ഒരു ലെറ്ററൊക്കെ വന്നിട്ടുണ്ട് എന്തോ. അതൊക്കെ മതി. അപ്പം നമുക്ക് വേഗം തന്നെ അത് കുഴി തുടങ്ങാനുള്ള നേരമായിരിക്കുന്നു. അകത്ത് പോയിട്ടുണ്ട്. സാധനങ്ങൾ കലക്ട് ചെയ്യണം. കണ്ടോ ഗൈസ്, 5 ആയിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും ഗൈസ്. അപ്പം നമുക്ക് വേഗം കൂടെ പണി തുടങ്ങാം. ഇതേ സാധനങ്ങളൊക്കെ ഞാൻ കലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുഴിക്കാണ്ടിരിക്കുന്നു. വെറുതെ കലക്ട് ചെയ്താൽ മാത്രം പോരാ ഗൈസ്, കുഴിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കുഴിക്കാണ്ടിരുന്നാൽ പണി പാലും വെള്ളത്തിന് കിട്ടും ഗൈസ്. ഞാൻ എന്താ കുഴിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ആഡ് വന്നു ഗൈസ്. ഈ നേരങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട് കഴിഞ്ഞ വീഡിയോയിലും, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കുക ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അപ്പോൾ ഈ ആഡ് വരുന്ന സമയങ്ങളിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ അടിച്ചു കൊടുത്തോ. അത്രയേ ഉള്ളൂ. ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമയമാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആഡ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, ആഡ് സ്കിപ്പ് ചെയ്തിട്ട് ഇതാ ഇൻവെൻട്രി നമ്മുടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരുമില്ല ഗൈസ്, നമ്മൾ കുഴിക്കും. കാരണം കുഴിച്ച് പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ഗൈസ്. ഈ ഗെയിമിൽ എന്തോ നോക്കണം ഗൈസ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരെ കൊണ്ട് പറയുകയാണ്, എൻ്റെ ചാനൽ പോയി ചെക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. പിന്നെ അത് കണ്ടാലേ ഇപ്പോൾ കളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയായിട്ടായിരിക്കും ഞാൻ പാർട്ട് 3 ഇടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും അപ്പോഴും ഷെയറൊക്കെ ചെയ്യുക. കളിച്ചുകൊണ്ടിരിക്കണം. കാർപ്പറ്റ് മൂടി ഗൈസ്. വേഗം തന്നെ ഈ മണ്ണൊക്കെ എടുത്ത് കളയണം. 35-34 സെക്കൻഡേ ഉള്ളൂ. അതിനുള്ളിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഗാർഡ് നമ്മുടെ പണിക്കുറ്റം തീർക്കും ഗൈസ്. മണ്ണൊക്കെ ഞാൻ വാരുന്നുണ്ട്. എൻ്റെ സ്പീഡ് ഒട്ടും പോരാ ഗൈസ്. ഇപ്പോൾ ഈ സ്പീഡൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ റോപ്പ് അപ്ഗ്രേഡ് ചെയ്യണം, ബാഗ് അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ ഒരുപാട് അപ്ഗ്രേഡ് വരുത്താനുണ്ട്. ടൂൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പം നമുക്ക് വേഗം തന്നെ പരിപാടികളിലേക്ക് കിടക്കാം. സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യണം. ഗാർഡിനെ വിളിക്കട്ടെ. അവൻ ഇപ്പോൾ വരും ഗൈസ്. നമ്മുടെ പ്രഭാകരൻ എത്തിയിട്ടുണ്ട്. പ്രഭാകരൻ ഇതൊക്കെ ഒന്ന് എടുത്തേ. ഓക്കെ, നമ്മുടെ പ്രഭാകരൻ എന്താ 27 രൂപയ്ക്ക് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കണേ. പ്രഭാകര പ്രഭാകരൻ തന്നു ഗൈസ്. 30 സെക്കൻഡിനുള്ളിൽ വരുന്ന പ്രഭാകരൻ. നീ പോടാ പ്രഭാകര. കണ്ട എന്താ ഭയം ഉറുക്കണോ? അതേ ബാഗൊക്കെ വാങ്ങാൻ പോകണു. കള്ള ബാഗ് താടാ. ഗായ്സ്, ബാഗ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കള്ളന്മാരാണ് ഇവിടെ എല്ലാം വിൽക്കുന്ന ആൾക്കാർ. ഓക്കെ, നമ്മുടെ എനർജി കൂട്ടിയിട്ടുണ്ട്. ടൂള് വാങ്ങണമെന്നുണ്ട്, പക്ഷെ പൈസയില്ല ഗൈസ്. അതിന് 100 ടോയ്ലറ്റ് പേപ്പർ വേണം. ഇപ്പം നമ്മുടെ വെറും 36 ഉള്ളൂ. സാരില്ല, നമ്മൾ കളിച്ചിട്ട് അത് എന്തായാലും ആ ടൂൾ വാങ്ങിയിരിക്കും ഗൈസ്. പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്താ വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേങ്ങ ഇതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നമ്മുടെ പ്രഭാകരൻ പോയി. ഇനി വേഗം നമുക്കത് കുഴിച്ചു തുടങ്ങാം. ഗായ്സ്, ഇത്രയും നമ്മൾ താത്തിയിട്ടുള്ളൂ. ഇനി താത്തണമല്ലോ. പരസ്യം ഞാൻ അപ്പോഴും പറഞ്ഞു ഗൈസ്, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പരസ്യമാണെന്ന് തോന്നുന്നു. സ്കിപ്പ് ചെയ്തു ഗൈസ്. എന്ത് ചെയ്യാൻ. ഓക്കെ, തോണ്ടേണ്ടിയിരിക്കുന്നു. നല്ലവണ്ണം തോണ്ടേണ്ടിയിരിക്കുന്നു. എന്തോ റിങ്ങൊക്കെ കിട്ടി തോന്നുന്നു. അറിയില്ല, തോണ്ട. ഓക്കെ ഗായ്സ്, കണ്ടോ ഇത്രയും നമ്മൾ താത്തിയിട്ടുള്ളൂ. പക്ഷെ ആരുമില്ല ഗൈസ്. നമ്മളിന്ന്
വലിയൊരു ടാർഗറ്റിലാണ് വന്നിരിക്കുന്നത്. 3.56 അടിയാണ് നമ്മുടെ മീറ്ററാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അത് കുഴിക്കാൻ പോവാണ്. ഇന്ന് അതുവരെ കുഴിക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നങ്ങ് സ്കിപ്പ് ചെയ്യേണ്ടി കണ്ടോ. ഇപ്പോഴും പറയാം ഗൈസ്, ഈ ഒരു ടൂള് അത്ര അപ്ഗ്രേഡ് അല്ല ഗൈസ്, പോരാ. ഇത്തിരി കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ടൂള് വേണം, എന്നാലേ നമുക്ക് ഡിക്ക് ചെയ്യുമ്പോൾ ഇത്തിരി കൂടി എളുപ്പമാവുള്ളൂ. വിചാരിക്കും പോലെയല്ല ഗൈസ്, നല്ല വലിയ വലിയ ലെവലുകളിലൊക്കെ എത്തുമ്പോൾ നല്ല നല്ല ടൂൾസൊക്കെ കിട്ടും. കോയിൻ കളക്ട് ചെയ്തു. ഓക്കെ നമ്മുടെ ഇൻവെൻട്രി ഫുള്ളായി, 10 എണ്ണമായി. ഓക്കെ 10 ആക്കി. നിങ്ങൾ കണ്ടോയെന്നറിയില്ല ഗൈസ്, കണ്ടു കാണും. നമ്മൾ ബാഗ് വാങ്ങിയത്, അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി കൂടി ഗൈസ്. അപ്പം നമുക്കിനി ഇത് റോപ്പിൽ വരഞ്ഞ് കയറാം. ഓക്കെ, മണ്ണ് അതിൻ്റെ ഉള്ളിലിട്ടു. നമ്മളിത് അടയ്ക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അതിങ്ങനെ ഹോൾഡ് ചെയ്ത് അടച്ചു. സാധനങ്ങളൊക്കെ വെച്ചു. ഇനി മണ്ണ് മാന്തി കളയാന്നുള്ള ആ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മണ്ണൊക്കെ വാരി കളയുന്നുണ്ട്. നമ്മുടെ പ്രഭാകരൻ ഈ ഒരു തുള്ളി മണ്ണ് കണ്ടാൽ പോലും നമ്മളെ പിടിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം മണ്ണ് കളയണം, അല്ലാണ്ടിരുന്ന പ്രഭാകരൻ നമ്മളെ തൂക്കും. അവൻ ആളിത്തിരി സീനാണ് ഗൈസ്. എന്ത് ചെയ്യാം, ഇവിടുത്തെ ജയിലറായി പോയി അവൻ. അലഞ്ഞിക്ക് ഞാൻ അവന് തല്ലിക്കൊന്നെ. എന്ത് ചെയ്യാൻ, ഈ ഗെയിമിൽ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്. അവനെ നമ്മളെ ഓരോന്ന് ചെയ്യാൻ പോണത്. സാരമില്ല, അവൻ വരട്ടെ. പ്രഭാകരൻ, പ്രഭാകരോ, എവരിത്തിങ് ഓക്കെ. നീ പോടാ പ്രഭാകര. ഇവിടെ ജയിലിനുള്ളിൽ കിടക്കുമ്പോഴാണ് അത്ര എവരിത്തിങ് ഓക്കെ. മാങ്ങട മൂട്. തന്നിട്ട് പോടാവേ. സ്കിപ്പ് ചെയ്തു ഗൈസ്. ഓക്കെ, തന്നിട്ട് പോടാവേ. അന്ത ഭയം ഉറുക്കണോ? പോടാ, നീ ആരുടെ പേടിപ്പിക്കണം നീ, കള്ളപ്പാ നീ. സോറി ഗൈസ്, എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യമാണ്. ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ ടൂള് വാങ്ങിയിരിക്കുന്നു. നമ്മുടെ 100 ടോയ്ലറ്റ് പേപ്പറിന് വാങ്ങി. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ ഒരു എനർജിയും ആകാം. ഓക്കെ, ഇനി വേഗം തുള്ളി കയറടാ. കയറിയിരിക്കുന്നു ഗൈസ്. അവൻ വരും. പ്രഭാകരനെ അടച്ചിട്ട് പോയി. അവൻ ഇത്തിരി ജാട കൂടുതലാണ് ഗൈസ്. കാരണം അവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ്സിൽ വെച്ചുള്ള വരവ് ജയിലറായി പോയി. അല്ലെങ്കിൽ അവനൊക്കെ ഞാൻ ശരിയാക്കും ഗൈസ്. നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യണം ഗൈസ്. ഈ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മണ്ണടിയിൽ, ഇത് മൊത്തം കളക്ട് ചെയ്യണം. അല്ലാതിരുന്ന 7ൻ്റെ പണി കിട്ടും. അപ്പോൾ കളക്ട് ചെയ്യണം. ഓക്കെ കുഴിക്കുമ്പോൾ വേണം, വെറുതെ കളക്ട് ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ ഇത് ഡിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൂൾ കൊള്ളാം ഗൈസ്, നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ നമ്മളിത് ഡിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഫൈനലി നമ്മൾ കുഴിച്ചിട്ട് ഇപ്പോൾ 2.6 മീറ്റർ ആക്കിയിട്ടുണ്ട്. പോരാ ഗൈസ്, നമ്മുടെ ടാർഗറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതുവരെ നമുക്ക് താത്തണം. കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഴിക്കണം. നല്ലോണം ഡിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഗെയിം നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് ഒട്ടും ചേർന്ന ഗെയിമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഗെയിമിൽ ഒരുപാട് പാർട്ടുകൾ ഇനി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് സെക്കൻഡ് പാർട്ടാണ്, ഇനി തേർഡ്, അങ്ങനെ ഒരുപാട് പാർട്ടുകളൊക്കെ വരും. 3, 4, 5 അങ്ങനെ ഒരുപാട് പാർട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് മിസ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണും. അപ്പം ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യണ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, ഇപ്പം ഇത് കണ്ടോ ഗൈസ്, എനിക്ക് സ്പീഡൊക്കെ നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ല റോക്കറ്റ് പോണ പോലെയാണ് ഓടണത്. പണി തീർത്തു. വേഗം തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കണം ടേബിളിൽ. ഓക്കെ, ഇനി നമ്മുടെ ഗാർഡിനെ വിളിക്കാം. ഗാർഡല്ല, സോറി, പ്രഭാകരാ, എന്നെ വെറുതെ വിട്ടൂടെ പ്രഭാകരാ. എടാ പ്രഭാകരാ, മര്യാദയ്ക്ക് 91 താടാ പ്രഭാകരാ. ഗൈസ്, അപ്പോൾ ഈ സമയങ്ങളിൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയറൊക്കെ എല്ലാവരും ചെയ്തോളൂ. പിന്നെ പ്രഭാകരൻ പറഞ്ഞല്ലോ, അവനിത്തിരി ഇതാണ്, അവനെ സൂക്ഷിക്കണം. അല്ല വെച്ച 7ൻ്റെ പണി കിട്ടുക. അവനെങ്ങാനും നമ്മൾ കുഴിക്കണത് കണ്ട തീർന്നു. പിന്നെ നമ്മളെ അവനങ്ങോട്ട് പിന്നെ റീഗെയിം ആകും. പിന്നെ ആദ്യം തൊട്ട് കുടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവനെ ഭയങ്കരമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു വരുന്ന ലെവലുകളിൽ.
ഒരു ഡേ 20 ആയിക്കഴിഞ്ഞാൽ 20ാമത്തെ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ടഫാവും ഗെയിം. എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡേ 2 അല്ലേ ആയിട്ടുള്ളൂ. അത് 200 അത് വാങ്ങണം. പിന്നെ 30 കൊടുത്തിട്ട് ഈ റോപ്പ് വാങ്ങി അഡ്വാൻസ് ആക്കാൻ. പിന്നെ ഒരു 50 ടോയ്ലറ്റ് പേപ്പറിന് ഒരു ഇതും വാങ്ങി, ഷൂവും വാങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് മാക്സ് ലെവലിൽ ഓടാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. ഇത്തിരി അത്യാവശ്യം എൻ്റെ സ്പീഡൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. മറ്റേ റോപ്പ് ലെവലും അപ്ഗ്രേഡായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കുഴിക്കാം. 2.7 മീറ്റർ ആയി ഗൈസ്. ഇനിയും താത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ കുഴിച്ച് പോകുമ്പോൾ എൻ്റെ ഒരു ഇൻഫർമേഷൻ പ്രകാരം ഞാൻ അറിഞ്ഞത് ഇവിടെ ഈ കുഴിയുടെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശവപ്പെട്ടി കാണുന്നതാണ്. നോക്കട്ടെ ഗൈസ്, കാണുകയായിരിക്കും. അപ്പം ആ ശവപ്പെട്ടിയുടെ ഉള്ളിലാണ് ഇത്ര വെയർ ഹൗസ് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ കീഴുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടു. കഴിഞ്ഞ പാട്ടിൽ തന്നെ വിശദീകരിച്ച് കാണും. അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് വെറുതെ കൂട്ടം കൂടി നിൽക്കാണ്ട് പണി ചെയ്യാം. പിന്നെ എല്ലാവരും ഈ ഗെയിമിനെ കുറിച്ചൊക്കെ ഡൗട്ടുള്ളവരുണ്ടാകും. അപ്പം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്, പ്രൊഫൈൽ പിക്ചർ ഗെയിമിൻ്റെ. അപ്പം അത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. എന്നിട്ട് കളിക്കാൻ താല്പര്യമുള്ളവർ കളിച്ചോളൂ. നല്ലൊരു സ്റ്റോറിയൊക്കെ ഉള്ള ഗെയിമാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഈ ഗെയിമിൽ PC ഒക്കെ കളിക്കണവരാണ്. പക്ഷെ ഞാൻ അത് PC-യിലല്ല. കാരണം PC ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല, ഫോണിലാണ്. ഇത് ഫോണിലാണ്. പിന്നെ ഈ ഗെയിം തികച്ചും ഫ്രീ ആണ്. അതാണ് വേറെ ഒരു ഹൈലൈറ്റ്. അതുപോലെ NBയും കുറവാണ്, മറ്റേ ഫ്രീയും ആണ് ഗെയിം. അതുകൊണ്ട് തന്നെ എല്ലാവരും പൈസ കൊടുത്തൊന്നും വാങ്ങണമെന്നൊന്നും ആരും വിചാരിക്കണ്ട. എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഞാൻ തന്നെ അത് നല്ല കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് എനിക്കെല്ലാം അറിയാം. ഓക്കെ, മണ്ണൊക്കെ മാന്തി ഇറവേ. ഓക്കെ മണ്ണ് മാന്തി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി വേറെ സാധനങ്ങളൊക്കെ വയ്ക്കാം. വെച്ചിട്ടുണ്ട്. അളിയാ ഇപ്പം വരും ഗൈസ്, നമ്മുടെ പ്രഭാകരൻ ഇപ്പം വരും. പ്രഭാകരൻ റെഡി തവറവാ, പ്രഭാകരൻ ഉടനെ വരിക, അങ്ങനെ പാട്ട് പാടാട്ടോ ഗൈസ് ഇവൻ വരുമ്പോൾ. സെറ്റ് 75 താടാ പ്രഭാകര. ഊള ഗെയിം ഗൈസ്, ഊള ഗെയിം എന്ന് ഞാൻ പറയില്ല, ഇതെന്തൊരു ഇതാണ്. വിട് സ്കിപ്പ് ചെയ്യാൻ നോക്കട്ടെ. സ്കിപ്പായി ഗൈസ്. ഓക്കെ, താടാ പ്രഭാകര, നീ പോടാ മര്യാദയ്ക്ക് ഉവേ. ജോൺ സാറാടാ ഈ ജയിലിലെ ഹീറോ. ജോൺ സാറാണ് ഈ ജയിലിലെ ഹീറോ. പിന്നെ അല്ല, വരണ കണ്ട എൻ്റെ വാഴിക്കുഴിയിൽ വീണ ഒറ്റയാനാണ് അവൻ. കളിക്കണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ കുഴിക്കുകയാണ്. ഞാൻ അറിയാണ്ട് സോറി ഗൈസ്, തുടരും സിനിമയിലെ ഡയലോഗ് അടിച്ചു പോയി. സാരമില്ല, കുഴിക്കാം. ഇത് സാധനങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്, ഒക്കെ എടുക്കണം. ഓക്കെ, എടുക്കുന്നുണ്ട് ഞാൻ. സെറ്റ്. ഗായ്സ്, മറ്റേ ഒരു ഡോളൊക്കെ കിട്ടി. ടോർച്ച് എത്രേ ഗായ്സ് ഇവിടെ ടോർച്ച്, വെറും ടോർച്ചേ ഉള്ളൂ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ആരുടെ മമ്മി വെച്ചിട്ടുണ്ടെന്ന്. കാരണം മമ്മികൾക്കല്ലേ പണ്ടുള്ള കാലത്തൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കുഴിച്ചിടുമ്പോൾ ഇടുക. അങ്ങനെയാണ് തോന്നുന്നു, അറിയില്ല. ഞാൻ കുറേ ചിന്തിച്ചിട്ടുണ്ട് ഈ കുഴിക്കുമ്പോൾ എങ്ങനെയാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 3.4 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് തന്നെ ആ ശവപ്പെട്ടി കണ്ടെത്തും ഗൈസ്. ഓക്കെ, ഞാൻ കുഴിച്ച് പോകുന്നുണ്ട്. എനർജി തീർന്നു. 3.2 ആണ്. അപ്പം എല്ലാപടിയും ഒരേപോലെ 3.4 ആയിട്ടുണ്ട്. 3 മീറ്റർ ആയി ഗൈസ് നമ്മൾ കുഴിച്ച് പോയിട്ട്. 3 മീറ്റർ 3.5 മീറ്റർ ആയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ശവപ്പെട്ടി കണ്ടെത്താം.
അപ്പോൾ അത് പൊളിക്കണതൊക്കെ അടുത്ത പാർട്ടിയിലായിരിക്കും, ശവപ്പെട്ടിയൊക്കെ പൊളിക്കണതൊക്കെ. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിട്ടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു കീ, വെയർ ഹൗസിൻ്റെ കീ ഒക്കെ കിട്ടും. ഇപ്പോൾ വെയർ ഹൗസ് തുറക്കാം. വെയർ ഹൗസിൽ ഒരു നിധി പോലൊരു സ്ഥലമാണ്. എന്തിനാന്നായിരിക്കും നിങ്ങൾ ഈ സൈഡ് കാണുന്ന ഒരു ഡോളർ ഉണ്ടാവുക വിചാരിക്കുക. അത് വേണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കാരണം നമുക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സൊക്കെ വെയർ ഹൗസിൽ നിന്ന് വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ സെറ്റാണ് ഗൈസ്. പിന്നെ നമ്മുടെ പണികളൊക്കെ ഫാസ്റ്റായി നടത്താം. ഓക്കെ, ഒരു ഗെയിമിൻ്റെ പരസ്യമാണ്. അപ്പം എല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വീണ്ടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ കൊടുക്കുക. പിന്നെ ഈ കാണുന്നവർ, ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ കണ്ട 12 എത്രയോ പേര് കാണുന്നവരൊക്കെ ഉണ്ടാവും. വീഡിയോ കാണുന്നവർ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അതിലാണ് എനിക്ക് വിഷമം ഗൈസ്. എൻ്റെ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതിലാണ് എൻ്റെ സങ്കടം. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. കാരണം എൻ്റെ ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിൽ ഞാൻ ഇടാൻ പോകുന്ന 2ാമത്തെ വീഡിയോ ആണ്. പിന്നെ ലൈക്കൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഷെയറൊക്കെ അടിച്ചു കൊടുക്കുക ആവുന്നതും. കാരണം ഇതേപോലെ വലിയ വലിയ ഗെയിമിങ് വീഡിയോകളൊക്കെ കാണണം എന്നുള്ളവർ ഞാൻ അറിയിക്കാം. പിന്നെ ഒരു കമൻറ്റ് ഇടുക ഗൈസ്. നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ കളിക്കാൻ പോകുന്നത്, പ്രഭാകരൻ വന്നു ഗൈസ്. ഓക്കെ, അടുത്തതായി നമ്മൾ കളിക്കാൻ പോകുന്നത് മിസ്റ്റർ മീറ്റ് എന്നൊരു സീരീസ് ആയിരിക്കും. പക്ഷേ ഈ ഗെയിം ഇതോടെ എൻഡ് ആവുന്നില്ല ഗൈസ്. ഇനി ഒരുപാടുണ്ട്. ഇത് എൻഡ് ആയിക്കഴിഞ്ഞാൽ, ഈ ഗെയിം എൻഡ് ആകുമ്പോൾ ഞാൻ അടുത്ത ആ മിസ്റ്റർ മീറ്റ് CDS 1 തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 2. അപ്പം നമുക്ക് 1 ആണ് കളിക്കേണ്ടത്. മിസ്റ്റർ മീറ്റ് 1 ഒരു ഹൊറർ ഗെയിമാണ്. അറിയില്ലായിരിക്കും, ഭൂരിഭാഗം ആൾക്കാർക്ക് ആ ഗെയിം അറിയില്ല. പക്ഷെ ഞാൻ കളിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആ ഗെയിം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അതിൻ്റെ സീരീസ് അടുത്ത് പുറത്തിറങ്ങും. അപ്പം അതിന് മുമ്പായിട്ട് കുഴിക്കണം. പലവരും കളിക്കുന്നുണ്ട്. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ന്യൂബ് പ്രോ, പിന്നെ അതേപോലെ ഗെയിം തെറാപ്പീസ്, അവരെല്ലാവരും തന്നെ നമ്മുടെ ഗായ്സ് നമ്മുടെ ശവപ്പെട്ടി മെയിൻ കണ്ടെത്തിയിട്ടുണ്ട്. ശവപ്പെട്ടി. ഓക്കെ ഗായ്സ്, ഇതാണ് ശവപ്പെട്ടി. ഇത് നമ്മൾ പൊളിക്കണം. സൈഡൊക്കെ കുഴിക്കട്ടെ ഗൈസ്. ഓക്കെ എല്ലാം കട്ട് ചെയ്ത് ഓക്കെ ഇതാ നമ്മൾ ശവപ്പെട്ടി കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ് ഫൈനലി. ഓക്കെ, ഇതാ കണ്ടെത്തി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വെയർ ഹൗസ് കീ കണ്ടെത്തുന്നത്. ഓക്കെ, എനർജി തീർന്നു ഗൈസ്. നമുക്ക് മുകളിൽ കയറാനുള്ള നേരമായിരിക്കുന്നു. 3.6 അടി താത്തിയപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. ഓക്കെ, അടച്ചു. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, 5-6 എത്തിക്കഴിഞ്ഞാൽ കാണുന്നു. അതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക്, ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടുമായി വീണ്ടും വരും. അപ്പോൾ ഗൈസ് ബൈ.